കെട്ടും ഭാണ്ഡവും എടുത്ത് പ്രോഗ്രസ് റിപ്പോർട്ടും എടുത്ത് 19 പേരും സ്വന്തം മണ്ഡലത്തിലേക്ക് വിട്ടോളൂ. ഇനി അധികം സമയമില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉത്തരവിറക്കി കഴിയുമ്പോൾ വയനാടിൻ്റെ MP കൂടിയായ പ്രിയങ്ക ഗാന്ധി ഇത്തവണ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് നിയന്ത്രിക്കുമെന്ന് തന്നെ പറയാം. എന്നാൽ ഇവിടെ 19 പേർക്ക് പച്ചക്കൊടി കാണിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നും 3 പേർ പുറത്താണ്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് കൈവശം വെച്ചിരിക്കുന്നത് 21 സീറ്റുകളാണ്. ഇതിലേക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടി ചേർത്താൽ എണ്ണം 22 ആകും. എന്നാൽ വരാനിരിക്കുന്ന പോരാട്ടത്തിൽ ഈ 22 സീറ്റുകളിലും പഴയ മുഖങ്ങൾ തന്നെ ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. സിറ്റിംഗ് MLA-മാരിൽ ഭൂരിഭാഗം പേർക്കും പാർട്ടി പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു. ഏകദേശം 19ഓളം MLA-മാർ തങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളിൽ തന്നെ വീണ്ടും ജനവിധി തേടാനൊരുങ്ങുകയാണ്. ഇവർക്ക് സ്വന്തം മണ്ഡലങ്ങളിൽ സജീവമാകാനുള്ള കർശന നിർദ്ദേശമാണ് ഹൈക്കമാൻഡും KPCCയും നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ പട്ടികയിൽ നിന്ന് ഒരാൾ സ്വയം മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് തൃപ്പൂണിത്തുറയുടെ കരുത്തനായ MLA K. ബാബു ഇത്തവണ കളം വിടുകയാണ്. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് താൻ മത്സരത്തിന് ഇല്ല എന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് കോട്ടകളിൽ ഒന്നാണെങ്കിലും M. സ്വരാജിനെ പോലെയുള്ള കരുത്തരായ എതിരാളികളുള്ള മണ്ഡലത്തിൽ K. ബാബുവിന് പകരം ആര് എന്നത് കോൺഗ്രസിനുള്ളിലെ വലിയ വെല്ലുവിളി തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ M. സ്വരാജിനെ പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ പാസഞ്ചർ ട്രെയിനിൽ കൊണ്ടിറക്കിയിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല. തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ വെല്ലുവിളിയെ കോൺഗ്രസിന് മറികടക്കാനാവുന്നതാണ്. അത്തരത്തിലുള്ള നേതാക്കളെയും തൃപ്പൂണിത്തുറയിൽ കോൺഗ്രസിന് കൊണ്ടിറക്കാം. കാരണം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളം തൂത്തുവാരിയത് കോൺഗ്രസ്സാണ്. അങ്ങനെ നോക്കുമ്പോൾ എറണാകുളം കോൺഗ്രസ് കോട്ട തന്നെയുമാണ്. മറുഭാഗത്ത് 2 പേർക്ക് പാർട്ടി റെഡ് സിഗ്നൽ നൽകിയെന്ന സൂചനകളാണ് ഉയരുന്നത്. അതിൽ പ്രധാനി സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനാണ്. DCC ട്രഷറർ NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അതുപോലെ തന്നെ മറ്റു 2 MLA-മാർക്ക് കൂടി റെഡ് സിഗ്നൽ നൽകിയിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനി സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനാണ് ഒരാൾ. DCC ട്രഷറായിരുന്ന NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വിജിലൻസ് അന്വേഷണവും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ അദ്ദേഹത്തിന് വീണ്ടും അവസരം നൽകുന്നതിനെ എതിർക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. റെഡ് സിഗ്നൽ പട്ടികയിലെ 2ാമത്തെ സീറ്റ് പാലക്കാടാണ്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ BJPയുടെ A ക്ലാസ് മണ്ഡലമായ പാലക്കാട് പിടിക്കാൻ ശക്തനായ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടത് കോൺഗ്രസിന് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. അവിടെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP A ക്ലാസ് മണ്ഡലം ഒരു തലം പൊളിയുന്നതാണ് നമ്മൾ കണ്ടത്. ഒരുവിധം കഷ്ടിച്ചാണ് പാലക്കാട് അവർ ഇപ്പോഴും ഭരിക്കുന്നത്. എന്നാൽ അതിനിടയിൽ മാങ്കൂട്ടം സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ടോ എന്നതൊക്കെ ഒരു ചോദ്യമായി ഉയരുന്നു. എല്ലാം പാർട്ടി പറയും പോലെ എന്ന് പറയുന്ന മാങ്കൂട്ടം തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. അതേസമയം എൽദോസ് കുന്നപ്പള്ളിയെപ്പോലുള്ള ചില MLA-മാരുടെ കാര്യത്തിൽ ആദ്യം സംശയങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും ഒടുവിൽ പെരുമ്പാവൂരിൽ അദ്ദേഹം തന്നെ തുടരട്ടെ എന്ന നിലപാടിലാണ് നേതൃത്വമുള്ളത്. വിവാദങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും വിജയസാധ്യതയ്ക്ക് മുൻഗണന നൽകാനാണ് പാർട്ടിയുടെ തീരുമാനം.